ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ 2023-24 നടന്ന ആനുവൽ എക്സാമിനേഷനിലെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഐഡൻറ്റിഫൈ ദ റിലേഷൻ ഫ്രം ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. കപ്പാസിറ്റൻസ് ഫാരഡ്, ഇലക്ട്രിക് ചാർജ് ഡാഷ്. ഇപ്പോൾ ഇവിടെ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റാണ് തന്നിട്ടുള്ളത് ഫാരഡ്. ഇപ്പോൾ ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ബ്ലാങ്ക് സ്പേസ് ഫില്ല് ചെയ്യേണ്ടത്. ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ യൂണിറ്റ് ഓഫ് ലൗഡ്നെസ്? ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് മീറ്റർ പെർ സെക്കൻഡ്, ഡെസിബൽ, ഹെർട്സ് ആൻഡ് ന്യൂട്ടൺ. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് നോക്കേണ്ടത്. ലൗഡ്നെസ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡെസിബലാണ്. ഈ ഓപ്ഷനിലുള്ള മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് വെലോസിറ്റിയുടെയും അതേപോലെ സ്പീഡിൻ്റെയും SI യൂണിറ്റ് ആണ്. അതേപോലെ ഹെർട്സ് എന്ന് പറയുന്ന ഫ്രീക്വൻസീൻ്റെ SI യൂണിറ്റ് ആണ്. ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ SI യൂണിറ്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വെൻ ആൻ ഒബ്ജക്റ്റ് ഇസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 20 cm ഫ്രം എ കോൺകേവ് മിറർ, എ റിയൽ ഇമേജ് ഓഫ് ദ സെയിം സൈസ് ഇസ് ഫോംഡ്. വാട്ട് ഇസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ? കോൺകേവ് മിററിൽ നിന്നും 20 cm ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. റിയൽ ഇമേജ് ആണ്, അതേപോലെ ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസുള്ള ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. ഒബ്ജക്റ്റിൻ്റെ അതേ സൈസുള്ള ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, കോൺകേവ് മിററിൽ അറ്റ് സിയിൽ വെക്കുമ്പോഴാണ്, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ വെക്കുമ്പോഴാണ് ഒബ്ജക്റ്റിൻ്റെ അതേ സൈസിലുള്ള ഇമേജ് നമുക്ക് കിട്ടുക. സെൻറ്റർ ഓഫ് കർവേച്ചർ മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? റേഡിയസ് ഓഫ് കർവേച്ചർ, അല്ലെങ്കിൽ ആ ഒരു സ്ഫെറിക്കൽ മിററിൻ്റെ റേഡിയസ് വരുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി തന്നിട്ടുള്ള ആ 20 cm എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു മിററിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. റേഡിയസിൻ്റെ ഹാഫ് ആയിരിക്കും ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ R ആണ് 20 cm. F എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20/2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 10 cm. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റൈറ്റ് ഡൗൺ എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അറൗണ്ട് എ ബാർ മാഗ്നറ്റ്. ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഏതെങ്കിലും 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡയറക്റ്റ് ഫ്രം ദ നോർത്ത് പോൾ ടു ദ സൗത്ത് പോൾ ഔട്ട്സൈഡ് ഓഫ് ദ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിൻ്റെ പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്ത് ടു സൗത്ത് ആണ് ഡയറക്ഷൻ വരിക. അതേപോലെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ ഒരു പിക്ചർ കണ്ടാൽ മനസ്സിലാവും, അവ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല, അഥവാ കൂട്ടിമുട്ടുന്നില്ല. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് എന്ത് കൊടുക്കാം? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അഞ്ചാമത്തെ ചോദ്യം, വൈ ഡു ദ ആസ്ട്രോണട്സ് യൂസ് റേഡിയോ ഡിവൈസസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ? അതിൻ്റെ ആൻസർ വരുന്നത് സൗണ്ട് റിക്വയർസ് എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. സിൻസ് ദർ ഇസ് നോ അറ്റ്മോസ്ഫിയർ ഇൻ ദ സ്പേസ്, direct communication becomes difficult. That is why astronauts use radio devices. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് സൗണ്ടിന് എന്ത് വേണം? ഒരു മീഡിയം വേണം. എന്തിനു വേണ്ടിയിട്ട്? ട്രാൻസ്മിഷന് വേണ്ടിയിട്ട്. സ്പേസിൽ അറ്റ്മോസ്ഫിയർ ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് ആസ്ട്രോനട്സ് റേഡിയോ ഡിവൈസസ് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സിക്സ്ത് വൺ, ബാറ്റ്സ് ക്യാൻ ട്രാവൽ ഇൻ ഡാർക്ക്നെസ്. ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. വവ്വാലുകൾക്ക് ഇരുട്ടിലൂടെ പറക്കാൻ സാധിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ബാറ്റ്സ് ക്യാൻ പ്രൊഡ്യൂസ് ആൻഡ് ഹിയർ അൾട്രാസോണിക് വേവ്സ്. ദീസ് വേവ്സ് ആർ റിഫ്ലക്റ്റഡ് ഫ്രം ഒബ്സ്റ്റക്കിൾസ് ഇൻ ദെയർ പാത്ത്, ഹെൽപ്പിംഗ് ദം ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഒബ്സ്റ്റക്കിൾസ്. ഈ വവ്വാലുകൾക്ക് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ അത് കേൾക്കാനുള്ള കഴിവുണ്ട്. ഡാർക്ക്നെസ്സിലൂടെ പറന്നു പോകുന്ന സമയത്ത് ആ ഒരു പാത്തിൽ അത് പ്രൊഡ്യൂസ് ചെയ്യും, ഈ അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ മുൻപിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് അഥവാ തടസ്സങ്ങളുണ്ടെങ്കിൽ അതിൽ തട്ടിയിട്ട് ഇത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ആ വവ്വാലിന് മനസ്സിലാവുന്ന പറയുന്നത് അതിൻ്റെ മുമ്പിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നുള്ളത്. അങ്ങനെയാണ് എന്ത് ആ ഒരു ബാറ്റ്സ് ഡാർക്ക്നെസ്സിലൂടെ ട്രാവൽ ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്